ഈ തമിഴ്നാട്ടിലും കേരളത്തിലും കർണാടകത്തുമായി റിലീസാകുന്ന ഈ പടം എല്ലാവരും കാണണം, വിജയിപ്പിക്കണം. ഡോക്ടർ ബന്നറ്റ് VR മൂവി ഹൗസ് അബാജി ഫിലിംസ് ப்ரொடியூஸ் பண்ணையா டாக்டர் பன்னட். റിലീസ് കേരള, തമിഴ്നാട്, കർണാടക സ്റ്റേറ്റിൽ May 22 ரிலீஸ் பண்ணோம். இதில் முக்கிய ரைட்டிங், സ്ക്രീൻ പ്ലേ, ഡയലോഗ്സ് റൈറ്റ് ചെയ്തിരിക്കുന്നു മധു കലാപ്പ്. അവര് കലാഭവനിലെ പെരിയ ആർട്ടിസ്റ്റ്. TV ഷോസുകൾ സ്റ്റാർ മാജിക്, സിനിമാല, ബഡായി ബംഗ്ലാവ്, അവിടെ TV ഷോസ് എല്ലാം റൈറ്റർ ആയിരിക്കുന്ന മധു കലാഭവൻ ഇതിൽ റൈറ്റ് ചെയ്തിരിക്കുകയാണ്. അതുക്കപ്പുറം ന്യൂ ഫേസ് ജിൻസ് ജോയി മറ്റും പ്രൊഫഷൻ നേഴ്സ് ആയിരിക്കുക. കലാഗ്രാമം ബാംഗ്ലൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ആക്ടിങ് കോഴ്സ് പാസ്സായി നമ്മ സിനിമയിൽ പുതിയ ന്യൂ ഫേസ് ആയിട്ട് ജിൻസ് ജോയി വധിക്കുകയാണ്. നമ്മ വീട്ടിലെ പൊണ്ണ് എന്ന് ചൊല്ലിയായിരിക്കുക ഐഷ. നമ്മ വീട്ടിലെ, ഞങ്ങളുടെ വീട്ടിലെ, നമ്മുടെ ഓൾ ബെന്നറ്റ് ടീം ഫാമിലിയിലെ പൊണ്ണ് തന്നെ ഐഷയാണ് ഹീറോയിൻ. ആയിഷ സീനാഥ്, ക്യാരക്ടർ നെയിം ആയിഷ IPS, സെയിം. இந்த സിനിമയുടെ ജോണർ, இந்த സിനിമയുടെ ഡിസ്ട്രിബ്യൂഷൻ ഷിജിൻ ലാൽ SFC ആർട്സ് അവർ മറ്റും ട്രിവാൻഡ്രം. ഇതിന്റെ വേറെ ആർട്ടിസ്റ്റുകൾ കുറെ ഉണ്ട്. കോട്ടയം നസീർ, രജിത് കുമാർ, ഷാജു ശ്രീധർ, മലയാളത്തിലെ പെരിയ ആർട്ടിസ്റ്റുകൾ വേറെ ഇരിക്കെ. അതേപോലെ ദിവ്യ നായർ, കുറെ നിറയെ ആർട്ടിസ്റ്റ് ഇരിക്കെ. ഇത് വന്ന് പെരിയ സൂപ്പർ സ്റ്റാർ പടമല്ല, ഒരു നോർമൽ പടം. എന്ത് വന്നാലും ഇതൊരു ത്രില്ലിംഗ് മൂവിയാണ്. ഇതില് മെന്റലിസം, മൈൻഡ് റീഡിങ് എല്ലാമേ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ത്രില്ലിംഗ് മൂവിയാണ്. ആർട്ടിസ്റ്റുകളായിരുന്നു ഞാൻ, മണി, സലിംകുമാർ. മണീൻ്റെ ഒരു പക്ഷെ നിങ്ങൾക്കറിയാം. പിന്നെ നിരവധി ഷോസുകൾ മലയാളത്തിൽ TV ഷോസുകൾ ചെയ്തിട്ടുണ്ട്. 2-3 പടങ്ങൾ ചെയ്തു. ഇപ്പോൾ ഈ പടത്തിൻ്റെ തിരക്കഥാ സംഭാഷണം ഞാനാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കഥ ഡയറക്ടർ സാബു പറഞ്ഞു. ഇനി ഞാനും കൂടി അത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതൊരു അരോചകമായിട്ട് തോന്നാം പ്രേക്ഷകർക്ക്. അതുകൊണ്ട് പിന്നെ ഇതിലെ നായകൻ ജിൻസ് ജോയിയാണ്. ജിൻസ് ജോയി ഡ്രാമ ആർട്ടിസ്റ്റാണ്, സ്ക്രിപ്റ്റ് ഡ്രാമയിലൊക്കെ പഠിച്ചതാണ്. ജിൻസ് ജോയിയാണ് ഇതിൻ്റെ പുതുമുഖം എന്ന് പറയേണ്ട ആക്ടർ തന്നെയാണെങ്കിലും മലയാളത്തിലേക്കുള്ള ഫസ്റ്റ് എൻട്രിയാണ്. അത് പ്രേക്ഷകരായിട്ടെടുത്ത് ഗംഭീരമാക്കണം. പിന്നെ ഐഷ സീനത്തിനെ നിങ്ങൾക്കറിയാം, കാരണം ബിഗ് ബോസിലൂടെ തമിഴിലും തെലുങ്കിലും ഒക്കെ ചെയ്തു, തമിഴ് സിനിമകളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ പുള്ളിക്കാരത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, ഫേമസ് ആണ്. അപ്പോൾ ഐഷ സീനത്താണ് ഇതിലെ നായിക. മലയാളത്തിലേക്ക് ഗംഭീരമായൊരു എൻട്രിയാണ് കുട്ടിക്ക് കിട്ടാൻ പോകുന്നത്. എന്തുകൊണ്ടും നല്ല ശക്തമായ ഒരു കഥാപാത്രമാണ്, ഡിഫറെൻറ്റ് ക്യാരക്ടറാണ് ഐഷ സീനത്ത് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് മലയാളം മൂവി, ഐഷയുടെ ഫസ്റ്റ് മലയാളം മൂവിയാണ്. നമ്മുടെ നായകൻ്റെയും ഫസ്റ്റാണ്. അപ്പോൾ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ത്രില്ലിംഗ് ഉണ്ട്, ഹ്യൂമറുണ്ട്, അത്യാവശ്യം ഹ്യൂമറുണ്ട്. ആവശ്യമില്ലാത്തിടത്തൊക്കെ നമ്മൾ ഹ്യൂമർ കൊണ്ട് കുത്തിക്കേറിയിട്ടില്ല. ഹ്യൂമറുണ്ട്, അതുപോലെ തന്നെ നല്ല പ്രണയമുണ്ട്, നല്ല ഫൈറ്റുണ്ട്, ഒരു 3 സോങ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാ ചേരുവകളും ഇതിനകത്തുണ്ട്. സംവിധാനം നമ്മുടെ TS സാബു ആണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിരിക്കുന്നത് ഷിജിൻ ലാലാണ്. ഞാൻ ലാലെന്ന് വിളിക്കുന്നത് പുള്ളിയാണ്. അപ്പോൾ എന്തായാലും ഇതിനകത്ത് വേറെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് കേട്ടോ. ഞങ്ങൾ മാത്രമല്ല, കോട്ടയം നസീർ, ജയകൃഷ്ണൻ, ഷാജി. മലയാളം ആർട്ടിസ്റ്റുകളുണ്ട്. ഞാൻ അതിനെപ്പറ്റി വിവരിച്ചിട്ട് കാര്യമില്ല, ഇവിടെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് ഞാൻ വിവരിക്കാത്തത്.